ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഒന്ന് ബെൽത്തങ്ങാടി വരെ പോവാണ്, കർണാടകത്തിലെ ബെൽത്തങ്ങാടി വരെ. എന്നാ ഒരു ഓണടിയാണോ. അപ്പോൾ അവിടുത്തെ ബെൽത്തങ്ങാടി രൂപതയുടെ യുവജനോത്സവത്തിൻ്റെ മാർക്ക് ഇടാൻ വേണ്ടി ജഡ്ജായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേ. ഇപ്പോൾ ഞാനിവിടെ കൊണ്ട് എൻ്റെ സ്കൂട്ടർ കൊണ്ടായിട്ട് പാർക്ക് ചെയ്തേ. ഇവിടുന്ന് ഏറനാട് എക്സ്പ്രസ്സിനാണ് പോകുന്നത്. നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു എസ്കലേറ്റർ സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ ട്രെയിൻ വരുന്നത്. നിലവിൽ ട്രെയിനൊന്നും വന്നിട്ടില്ല. എൻ്റെ കോച്ച് പൊസിഷൻ പറഞ്ഞിരിക്കുന്നത് 13 പറഞ്ഞിരിക്കുന്നത്. 13. നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി നോക്കാവേ. ഇത് ബാംഗ്ലൂർ യശ്വന്തപൂരിന് പോകുന്ന ട്രെയിനായി കിടക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇതുകൊണ്ട് ട്രെയിൻ വരുന്നുണ്ടേ. ബാംഗ്ലൂർ വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ് ആണ്. വളരെ പതുക്കെ പോകുള്ളൂ. ഇപ്പം തന്നെ ഏകദേശം 18 മിനിറ്റ് ലേറ്റാണിത്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇവിടുന്ന് ആളുകൾ കയറാൻ കുറവാണ്. ലോക്കൽ കമ്പാർട്ട്മെൻറ്റെല്ലാം നന്നായിട്ട് നിറഞ്ഞാണ് വരുന്നത്. റെയിൽവേ പറഞ്ഞതനുസരിച്ചുള്ള കോച്ച് പൊസിഷനൊക്കെ മാറിയിട്ടാണ് കൊണ്ടാണ് നിർത്തിയേക്കുന്നത് കേട്ടോ. ഇവരാദ്യം പറഞ്ഞത് എൻ്റെ കോച്ചൊക്കെ ഇവിടെ 12 വരുമെന്നാണ്. ഇപ്പം കൊണ്ടാണ് നിർത്തിയേക്കുന്നത്. എവിടെ എന്നറിയോ? 9. ആളുകളെല്ലാം കെട്ടും കിടക്കെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. എൻ്റെ സീറ്റ് 69, സീറ്റ് നമ്പർ 69. വിൻഡോ സൈഡാന്നാണ് പറഞ്ഞത്. തിരിഞ്ഞിരിക്കണം. ഈ വിൻഡോ സൈഡിൽ നിന്ന് പുറത്തോട്ടുള്ള ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് അറിയില്ല. പിക്ചർ ക്വാളിറ്റി വിൻഡോയിലൊക്കെ മുഴുവനും ഡസ്റ്റാണ്. അതുകൊണ്ടാണ് ഭയങ്കര പൊടിയാണ്. കണ്ണൂർ സ്റ്റേഷനിൽ നിന്ന് വിട്ടു കേട്ടോ ട്രെയിന്. കാസർഗോഡ് സ്റ്റേഷനാണേ. ട്രെയിൻ എടുത്തു. പുറത്തോട്ടിറങ്ങി വരേണ്ട ആവശ്യമായി. ഇപ്പം 4:15 ആയതേ ഉള്ളൂ. 4:15 ആയപ്പോഴത്തേനും കാസർഗോഡ് എത്തി. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 5:15 ആകുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് മാംഗ്ലൂർ എത്തേണ്ടതാണ്. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ പുതിയ സ്റ്റേഷൻ്റെ കുറച്ച് ഭാഗത്തിൽ പണി നടക്കുന്നുണ്ട് ഇവിടെ.
ആ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ചിങ്ങനെ നടന്നേ. ഞാൻ പിന്നെ ഒരു ഓട്ടോയൊന്നും എടുക്കുന്നില്ല. ഇവിടെ അടുത്ത് എനിക്ക് അത്യാവശ്യം ഇവിടെ പരിചയമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ധർമ്മസ്ഥലയ്ക്കൊക്കെ പോകുന്ന ബസ്സിന് കയറി കഴിഞ്ഞാൽ ബെൽത്തങ്ങാടി ഇപ്പോൾ ഇറങ്ങാം. ബെൽത്തങ്ങാടി ഓക്കെ, അവിടേക്കാണ് പോകുന്നത്. മിക്കവാറും രാത്രിയാവും ഞാൻ ചെല്ലുമ്പോഴത്തേനും. ഇതിപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇല്ലാത്ത ഒരു കൺസ്ട്രക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയാണിപ്പോൾ റെയിൽവേയുടെയൊക്കെ റിസർവേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ. റിസർവേഷൻ സോറി, അൺറിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ. ഞാനൊരു ചായ കുടിക്കാനുള്ള പരിപാടിയാണേ. എനിക്കിവിടെ കുറച്ച് ഹോട്ടൽസ് പരിചയമുണ്ട്. എനിക്കിവിടെ ഒരു കൈരളി ഹോട്ടലുണ്ട്, മലയാളി ഹോട്ടലാണ്. അത്യാവശ്യം എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോയേക്കാൻ നിർത്തണ്ട. ഓക്കെ, ഇവിടെയെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ മാംഗ്ലൂർ. കുറച്ച് മുമ്പിലായിട്ട് അങ്ങ് ആ ബിൽഡിങ്, ഇപ്പോൾ മുമ്പിൽ കാണുന്ന വെള്ള ബിൽഡിങ്ങിൻ്റെ അടിയിൽ അവിടെ ഉണ്ടൊരു കൈരളി ഹോട്ടലുണ്ട്. പിന്നെ ഇതാ ഇവിടെ ആയിട്ടും ഇതിന് താഴെ കാണുന്നതും കൈരളി ഹോട്ടലാണ്. രണ്ടും ഒരേ മാനേജ്മെൻറ്റാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കൈരളി ഭവൻ ഫാമിലി ഡീലക്സ് റെസ്റ്റോറൻറ്റ്. 2 പൊറോട്ടയും ഒരു അയലക്കറിയും മേടിച്ചിട്ടുണ്ടേ. അയലക്കറി വല്ലാണ്ട് കളറായി. നോക്കാം, കഴിച്ചു നോക്കാം. ഫുഡ് കഴിച്ചു കേട്ടോ. ഞാനിപ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാം. ഇവിടെ അടുത്തുണ്ട് മിലാഗ്രിസ് ചർച്ച് ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ബസ് കിട്ടും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിറ്റി മൊത്തം തന്നെ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ടാറിങ് ആണ്, കോൺക്രീറ്റ് ആണ്. ഇപ്പോഴും ഇതിനൊന്നും ഒരു കുഴപ്പമില്ല ഉണ്ടോ. ഇത് ലോങ് ടൈമിലേക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം 10-20 വർഷത്തേക്ക് ആ റോഡിന് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ കിടക്കും. ഈ മാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് സിറ്റികളായിട്ട് കമ്പയർ ചെയ്യുമ്പം പൊതുവെ നല്ല വൃത്തിയും വെടിപ്പുമുള്ള സിറ്റിയാണ് കേട്ടോ. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് മാംഗ്ലൂരിലെ വളരെ ഫേമസ് ആയ പള്ളിയാണ്, സെയിൻറ്റ് മിലാഗ്രസ് ചർച്ച് എന്ന് പറയും കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണ്ട് നിർമ്മിച്ച ചർച്ചാണിത്. ഇപ്പോൾ ജ്യോതി സർക്കിളിലേക്ക് ഒരു ഫോട്ടോ എടുത്ത് പോവാണ്. കാരണം അവിടെ ചെന്ന് നിന്നാൽ 2 സ്ഥലത്തും ബസ് കിട്ടും നമുക്ക്. KSRTC സ്റ്റാൻഡിൽ നിന്നും ഇവിടെ ഈ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാൻഡിൽ നിന്നും. ഇത് മോത്തിമഹൽ ഹോട്ടലാണ്. മോത്തിമഹൽ ഞാനിപ്പം ജ്യോതി സർക്കിളിലെത്തി കേട്ടോ. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് KMC, ഇതാ തൊട്ട് മുകളിൽ കാണുന്ന KMC ഹോസ്പിറ്റലാണ്. ജ്യോതി സർക്കിളിലെ KMC ഹോസ്പിറ്റലിൻ്റെ ബിൽഡിംഗാണ് കാണുന്നത്. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോയി നിൽക്കണം. അപ്പോൾ നമുക്ക് ഈ വശത്ത് നിന്നാണ് ബസ് ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ധർമ്മസ്ഥലയ്ക്കൊക്കെ പോകുന്ന ബസ്സിനാണ് പോകേണ്ടത്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി. ഒറ്റ ബസ് വന്നില്ല. ബസ്സുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എനിക്ക് പോകാനുള്ള ബസ് ഇതുവരെ വന്നില്ല കേട്ടോ.
ഏകദേശം സന്ധ്യയായി. പണ്ട് ഞാൻ മാംഗ്ലൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഈ കുട്ല ഹോട്ടലിൽ ഒന്ന് 2-3 പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഫൈനലി നമുക്കൊരു ബസ് കിട്ടി കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തു, അന്നേരം ബസ് കിട്ടി. ഒരു കർണാടക RTCയുടെ ബസ്സാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് 66 രൂപയാണ്. ഈ കാണുന്ന കങ്കനാടി സർക്കിളാണ്. കങ്കനാടി ഞാൻ ഒരുപാട് കറങ്ങിയ സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ ബെൽത്തങ്ങാടി ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഒത്തിരി വലുതൊന്നുമല്ല, ചെറിയ ബസ് സ്റ്റാൻഡാണ്. ഇപ്പം എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബിഷപ്പ് ഹൗസിൽ നിന്ന് അച്ഛൻ വരും, എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. നാളെയാണ് ഇവിടുത്തെ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞത് യുവജനോത്സവമല്ല കേട്ടോ, ഇത് രൂപത കലോത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതിന് ജഡ്ജായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാനിവിടെ പാസ്റ്റർ സെൻറ്ററിലെത്തി. ബിഷപ്പ് ഹൗസിനോട് തൊട്ടടുത്ത് തന്നെ. ഞങ്ങളിവിടെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛന്മാരുടെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ. ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഇവിടെ നമുക്കൊരു റൂമൊക്കെ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടേ. അപ്പോൾ ആ റൂമിലാണിപ്പോൾ ഉള്ളത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ നല്ല ക്ഷീണമുണ്ട്. കാരണം എന്താ വെച്ചാൽ മാംഗ്ലൂർ തൊട്ട് ഇവിടം വരെ, അവിടുത്തെ കർണാടക RTCയിൽ ഇവിടം വരെ നിൽക്കുകയത് ഭയങ്കര തിരക്കായിരുന്നു. ഇന്നത്തെ ഈ ഇട ദിവസങ്ങളിലൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ ഗേൾസിനൊക്കെ ഫ്രീ യാത്രയെല്ലാം ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കർണാടകത്തിൽ അതെല്ലാം ഫ്രീ ആയതുകൊണ്ട് തന്നെ ഗേൾസൊന്നും ഹോസ്റ്റലൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടം വരെ നമുക്ക് നിൽക്കേണ്ടി വന്നു. ബസ്സെല്ലാം കുത്തി നിറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും മടുത്തു. അപ്പോൾ ഞാൻ ഇനി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഏതായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നാളെ രാവിലെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നാളെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസും എല്ലാം കൂടെ നാളെ അടുത്ത വീഡിയോ ഉണ്ടാവും. ഓക്കെ, ശരി, ടാറ്റാ, ബൈ ബൈ.